യേശുവിൻ തിരുപാദത്തിൽ ഇരുന്നു കേൾക്കണം. തന്റെ വിശുദ്ധ വാക്യത്തിൽ നമ്മുടെ ജീവനാ. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. യേശുവിൻ സുവിശേഷം ദിവ്യമാമുപദേശം. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. കേൾക്കുക നാം, കാക്കുക നാം ജീവന്റെ വാക്യങ്ങൾ. അതേ, അവൻ ജനത്തെ സ്നേഹിക്കുന്നു. അവന്റെ സകല വിശുദ്ധന്മാരും തൃക്കൈയിൽ ഇരിക്കുന്നു. അവർ തൃക്കാൽക്കൽ ഇരുന്നു, അവനിൽ നിന്ന് തിരുവചനങ്ങൾ പ്രാപിച്ചു. അവർ തൃക്കാൽക്കൽ ഇരുന്നു, അവൻ തിരുവചനങ്ങൾ പ്രാപിച്ചു. സ്തോത്രം. 99-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യം, നിന്റെ ദൈവമായ യഹോവയെ പുകഴ്ത്തുവീൻ, അവന്റെ പാദപീഠത്തിങ്കൽ നമസ്കരിപ്പീൻ. യെശയ്യാപ്രവചനം 66-ാം അധ്യായം 1-ാം വാക്യം, സ്വർഗം അവന്റെ സിംഹാസനവും ഭൂമി അവന്റെ പാദപീഠവും ആകുന്നു. അബീഗയിൽ ദാവീദിന്റെ കാൽക്കൽ വീണതുകൊണ്ട് ഒരു വലിയ വിപത്ത് മാറിപ്പോയി. എസ്തേർ അഹശ്വേരോശ് രാജാവിന്റെ കാൽക്കൽ വീണതുകൊണ്ട് ഒരു സമൂഹത്തിന് വരേണ്ടിയിരുന്ന നാശം ഒഴിഞ്ഞുപോയി. ഇന്ന് പകലിൽ ഭൂമിയിലെ ഒരു രാജാവിൻ്റെ കാൽക്കലല്ല, രാജാതി രാജാവായ യേശുവിൻ്റെ കാൽക്കൽ നീ വീഴാമെങ്കിൽ, താഴാമെങ്കിൽ അനർത്ഥങ്ങൾ വഴിമാറും. യേശുവിൻ്റെ കാൽക്കൽ വീണുകയും യേശുവിൻ്റെ കാൽക്കൽ ഇരിക്കുകയും ചെയ്ത പലരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ആമേൻ. പുതിയ നിയമത്തിലെ ഒരു 6 വാക്യങ്ങൾ ഞാൻ പെട്ടെന്ന് ഒന്ന് പറഞ്ഞു വിടാം. മത്തായി സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യത്തിൽ രോഗികളെ കൊണ്ടുവന്ന് യേശുവിൻ്റെ കാൽക്കൽ വെച്ചു. പലവിധമായ രോഗികൾ, മുടന്തർ, കുരുടർ, ഊമർ, കൂനർ മുതലായ പലരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്ന് അവന്റെ കാൽക്കൽ വെച്ചു. അവൻ അവരെ സൗഖ്യമാക്കി. പ്രശ്നം എന്തുമാവട്ടെ, അവരെയൊക്കെ യേശു സൗഖ്യമാക്കി. യേശുവിന്റെ കാൽക്കൽ വരുന്ന ആരെയും അവൻ വെറുതെ വിടത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ പള്ളിപ്രമാണിയായ യായിറോസ് വന്ന് തൻ്റെ 12 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞു മരിച്ചു പോയപ്പോൾ അദ്ദേഹം വന്ന് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, യേശുവേ, നീ വേഗം വന്ന് എൻ്റെ മകളെ സുഖപ്പെടുത്തണമേ എന്ന്. ആമേൻ. സ്തോത്രം. വിശ്വസിക്കുക മാത്രം ചെയ്യുക. യേശുവിൻ്റെ കാൽക്കൽ വീണ യായിറോസിന്റെ മകളുടെ മരണം വഴിമാറുകയുണ്ടായി. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ പത്രോസ് യേശുവിൻ്റെ കാൽക്കൽ വീണിട്ട് പറയുകയാണ്, പാപിയായി എന്നെ വിട്ടുപോകണമേ എന്ന്. അവൻ കേവലം ഒരു മുക്കുവനായിരുന്നു, പക്ഷേ അവനെ കർത്താവ് ശുശ്രൂഷ സ്ഥാനത്ത് ഉയർത്തുകയാണ്. പ്രൈസ് ദി ലോർഡ്. ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ പ്രൈസ് ദി ലോർഡ്, ഗദരദേശത്ത് ഭൂതഗ്രസ്തനായിരുന്ന ഒരു മനുഷ്യനുണ്ട്. 6000 ദുർഭൂതങ്ങൾ ബാധിച്ച് ജീവിതം നരകതുല്യമായി നയിച്ചിരുന്ന ഒരു മനുഷ്യൻ. അവന്റെ പാർപ്പ് കല്ലറകളിലായിരുന്നു. അവനെ ഒതുക്കാൻ ആളുകൾ ചെങ്ങല കൊണ്ട് ബന്ധിച്ചു പോന്നു. പക്ഷേ ആ ചെങ്ങലകൾ അവൻ ഉരുമ്മി അവൻ പൊട്ടിക്കുമായിരുന്നു. ആളുകൾക്ക് അവനൊരു പേടി സ്വപ്നമായിരുന്നു. പക്ഷേ ആമേൻ, യേശു അവനെ വിടുവിച്ചു. യേശു അവനെ വിടുവിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അവനെ വസിച്ചിരുന്ന 6000 ദുർഭൂതങ്ങൾ 2000 പന്നികളിലേക്ക് കയറി. അവയ്ക്കാകപ്പാടെ ഒരു ആക്രാന്തമുണ്ടായി. കടും തൂക്കോടെ അവ കടലിൽ ചാടി മരിച്ചു. ആമേൻ. മുതലാളിമാരെ അറിയിച്ചു. അവര് വരുമ്പോ ആമേൻ, കല്ലറയിൽ താമസിച്ചിരുന്നവൻ, ഹലോ, വസ്ത്രം ധരിക്കാതെ
അറിയാതെ സുബോധമില്ലാതെ വിലങ്ങുകൾ പോലും ഉരുമ്മി പൊട്ടിച്ചോണ്ട് നടന്നവനെ കുറിച്ച് അവിടെ വായിക്കാണ്. സംഭവിച്ചത് കാണാൻ അവർ പുറപ്പെട്ട് യേശുവിന്റെ അടുക്കൽ വന്നു. ഭൂതങ്ങൾ വിട്ടുപോയ മനുഷ്യൻ വസ്ത്രം ധരിച്ചും സുബോധം പൂണ്ടും അവൻ യേശുവിന്റെ കാൽക്കൽ ഇരിക്കുന്നത് കണ്ടു. യേശുവിന്റെ കാൽക്കൽ ഇരിക്കണമെങ്കിൽ നിനക്കൊരു ആത്മിക സുബോധം പ്രാപിക്കണം. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ആമേൻ സ്തോത്രം ഹല്ലേലൂയ 10 കുഷ്ഠരോഗികളെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. ആമേൻ. അവരിൽ 9 പേരും തിരിച്ചു വന്ന് കർത്താവിനൊരു നന്ദി പറയാതെ കടന്നു പോകുമ്പോൾ ആ 10 പേരിൽ ഒരു ശമര്യൻ മാത്രം മടങ്ങി വന്ന് യേശുവിന്റെ കാൽക്കൽ വീണ് കർത്താവിന് നന്ദി പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 1:17 യോഹന്നാൻ യേശുവിന്റെ തേജസ്സാർന്ന ദർശനം കണ്ടിട്ട് ആമേൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ സുവിശേഷങ്ങളിൽ തന്നെ 6 വാക്യ തെളിവുകൾ എന്താ? യേശുവിന്റെ കാൽക്കൽ വീഴുക. ബഥാനിയിലെ മറിയെ 3 പ്രാവശ്യമാണ് തിരുവെഴുത്തുകളിൽ നാം കാണുന്നത്. ഈ 3 സന്ദർഭത്തിലും അവൾ യേശുവിന്റെ കാൽക്കൽ ആയിരിക്കുകയാണ്. സ്തോത്രം. ഒന്നാമത്തെ സന്ദർഭം ലൂക്കോസ് 10:38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. പിന്നെ അവർ യാത്ര പോകയിൽ ഒരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവനെ വീട്ടിൽ കൈക്കൊണ്ടു. കർത്താവ് അവളോട് മാർത്തേ മാർത്തേ, നീ പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും മനം കലങ്ങിയും ഇരിക്കുന്നു. എന്നാൽ അല്പമേ വേണ്ടൂ, അല്ല ഒന്ന് മതി. മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളോട് ആരും അപഹരിക്കുകയില്ല. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ ബഥാനിയിലെ മറിയ കർത്താവിന്റെ കാൽക്കൽ ഇരുന്ന് ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടേയിരുന്നു. 38-ാമത്തെ വാക്യത്തിൽ കർത്താവ് വഴി പോകയിൽ ഒരു ഗ്രാമത്തിലെത്തി എന്നാണ്. ആ ഗ്രാമത്തിന്റെ പേരവിടെ കൊടുത്തിട്ടില്ല. ഒരു ഗ്രാമത്തിലെത്തി. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ആ ഗ്രാമത്തിന്റെ പേര് പിന്നീട് മാറുകയാണ്. ഒരു ഗ്രാമം, ആ ഗ്രാമത്തിന്റെ അഡ്രസ് മാറി. മറിയയുടെയും അവളുടെ സഹോദരി മാർത്തയുടെയും ഗ്രാമമായ ബഥാന്യ ഉണ്ടോ? ഒരു ഗ്രാമം, സ്ഥലപ്പേരില്ല. പക്ഷെ പിന്നീട് മറിയയുടെ പേരിൽ ആ സ്ഥലപ്പേര് അറിയുക. ഇനി 12-ന്റെ 1 നോക്കിയാട്ട് യോഹന്നാന്റെ സുവിശേഷം 12-ന്റെ 1. യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ബഥാനിയിലേക്ക്. കണ്ടോ? ബഥാന്യക്ക് പിന്നെയും അഡ്രസ് മാറുകയാ. ഹല്ലേലൂയ. ലാസർ പാർത്ത ബഥാന്യ. ഒരു ഗ്രാമം എന്ന പേര് പിന്നീട് ഈ സഹോദരിയുടെ പേരിൽ അറിയപ്പെടുകയാണ്. ആ സഹോദരന്റെ പേരിൽ അറിയപ്പെടുകയാണ്. അതിൻ്റെയൊക്കെ കാരണം എന്താണെന്നറിയാമോ? അവർ യേശുവിൻ്റെ അടുക്കൽ ചെന്നു എന്നുള്ളതാണ്. യേശുവിൻ്റെ അടുക്കൽ ചെന്നാൽ ദൈവം നിന്റെ അഡ്രസ് മാറ്റും. ലൂക്കോസ് 10:38 നമ്മൾ വായിച്ചത് മാർത്ത എന്ന് പറയുന്ന ഒരു സഹോദരി യേശുവിനെ വീട്ടിൽ കൈക്കൊണ്ടു എന്നാണ്. പക്ഷെ വീട്ടിൽ കൈക്കൊണ്ട മാർത്തയ്ക്ക് കർത്താവിന്റെ കാൽക്കൽ ഇരിക്കാൻ സമയമില്ല. പലതിനെ ചൊല്ലി വിചാരപ്പെട്ടിരിക്കുകയാണ്. എന്റെ ദൈവമായ യഹോവേ, നീ ചെയ്ത അത്ഭുതങ്ങളും ഞങ്ങൾക്ക് വേണ്ടിയുള്ള നിന്റെ വിചാരങ്ങളും വളരെയാകുന്നു. 17-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഞാനോ എളിയവനും ദരിദ്രനുമാകുന്നു, എങ്കിലും കർത്താവ് എന്നെ കുറിച്ച് വിചാരിക്കുകയാണ്, വിചാരപ്പെടുകയാണ്. ഇത് മനുഷ്യന്റെ ഒരു വല്ലാത്ത പ്രയാസമാണ്. 6-ാം അധ്യായത്തിൽ നാം വിചാരപ്പെടേണ്ടതില്ല എന്ന് കർത്താവ് പറയുന്ന 4 വാക്യങ്ങൾ. 25-ാമത്തെ വാക്യം, എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങളുടെ ജീവനായിക്കൊണ്ടും എന്തുടുക്കുമെന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത്. പ്രൈസ് ദി ലോർഡ്. 27-ാമത്തെ വാക്യം, വിചാരപ്പെടുന്നതിനാൽ തന്റെ നീളത്തോട് 1 മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. 31-ാമത്തെ വാക്യം, എന്ത് തിന്നും എന്ത് കുടിക്കും എന്നിങ്ങനെ നിങ്ങൾ വിചാരപ്പെടരുത്. വാക്യം 34, നാളേക്കായി വിചാരപ്പെടരുത്. മാർത്ത പലതിനെ ചൊല്ലി വിചാരപ്പെട്ടും
മനം കലങ്ങിയും ഇരിക്കുകയാണ്. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പങ്കുവയ്ക്കുന്ന ഒരു പ്രബോധനം 4-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നു, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, അവൻ നിന്നെ പുലർത്തും, നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ ദൈവം ഒരു നാളും സമ്മതിക്കുകയില്ല. ഗുരുവിൻ്റെ പാദപീഠത്തിലിരുന്നാൽ അവൻ നമ്മെ പഠിപ്പിക്കും. ഭൂമിയിലെ സകല ഗുരുക്കന്മാരെക്കാൾ ശ്രേഷ്ഠനായ ഒരു ഗുരു നമുക്കുണ്ട്. അവൻ്റെ പാദപീഠത്തിലിരുന്നാൽ, അവൻ്റെ വചനം പ്രാപിച്ചാൽ ഇന്ന് രാവിലെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ മാറിപ്പോകും, ഹൃദയത്തിൻ്റെ നിരാശകൾ നീങ്ങിപ്പോകും. കർത്താവിൻ്റെ വചനത്തിന് മാത്രമേ നിങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ കഴിയത്തുള്ളൂ. മറിയ നമ്മൾ കാണുന്ന രണ്ടാമത്തെ സന്ദർഭം യോഹന്നാന്റെ സുവിശേഷത്തിലാണ്. 11-ാം അധ്യായത്തിൻ്റെ 32-ാമത്തെ വാക്യം. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു എന്ന് പറഞ്ഞു. യേശു ഇരിക്കുന്ന ഇടത്ത് മറിയെത്തി. യേശു ഇരിക്കുന്നിടത്ത് മറിയെത്തി അവനെ കണ്ടിട്ട് അവന്റെ കാൽക്കൽ വീണു. പ്രാർത്ഥിക്കാനായി കർത്താവിന്റെ കാൽക്കൽ വീഴുകയാണ്. ഒന്ന്, കർത്താവിന്റെ വചനം കേൾക്കാനായി അവൾ കർത്താവിന്റെ കാൽക്കൽ വീണു, കാൽക്കൽ ഇരുന്ന് വചനം കേട്ടു. 2, പ്രാർത്ഥനയ്ക്ക് വേണ്ടി യേശുവിൻ്റെ കാൽക്കൽ വീഴുകയാണ്. എന്താ സന്ദർഭം? ആ കുടുംബത്തിൽ അപ്പനോ അമ്മയോ ഉള്ളതായിട്ടൊന്നും നമ്മൾ ബൈബിളിൽ വായിക്കുന്നില്ല. പക്ഷേ ഒരു ആങ്ങളെ ഉണ്ടായിരുന്നു. ആരാ? ലാസർ. ആ മാർത്തയ്ക്കും മറിയയ്ക്കും ആകെ അത്താണിയായിട്ടുണ്ടായ ലാസറിന് അസുഖമായപ്പോൾ തന്നെ യേശുവിൻ്റെ അടുക്കലേക്ക് ആളെ അയച്ചതാണ്. പക്ഷെ യേശു വന്നത് ആ ലാസർ മരിച്ച് 4-ാമത്തെ ദിവസമാണ്. മറിയോട് എന്നിട്ട് പറയാണ്, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന ദൈവത്തിൻ്റെ പൈതലേ, ഗുരു നിനക്ക് വേണ്ടി വരും, ഗുരു നിനക്ക് വേണ്ടി വരും, അവൻ നിന്നെ വിളിക്കും. 2 കൂട്ടം ആളുകൾ കരയുന്നു. സ്തോത്രം. ഈ വിളിച്ചപ്പോ അവളുടെ കൂടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരുന്ന യഹൂദന്മാർ എന്ന് വായിക്കുന്നുണ്ട്. പക്ഷെ യേശുവിനെ കുറിച്ച് അവിടെ വായിക്കുന്നുണ്ട്, അവൻ ഉള്ളം നൊന്ത് കലങ്ങി, അവൻ ഉള്ളം നൊന്ത് കരഞ്ഞു. 2 കരച്ചിൽ, കൂലിക്ക് കരയുന്നവർ. പക്ഷെ യേശു കരഞ്ഞത് അവൻ ഉള്ളം നൊന്ത് കരഞ്ഞു. മനസ്സിലാവുന്നുണ്ടോ? കരയുന്നവരോടുകൂടെ കരയുന്ന ഒരു കർത്താവ്, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കുന്ന ഒരു കർത്താവ്, നമ്മുടെ പ്രയാസങ്ങളിൽ നമ്മളുമായി ഇടപഴകുന്ന ഒരു കർത്താവ്. യേശു ക്രിസ്തു ആ സമക്ഷത്തിൽ നൽകുന്ന 5 വിധ ആജ്ഞകളുണ്ട്. 5 വിധ ആജ്ഞകൾ കർത്താവോട് നൽകുകയാണ്. സ്തോത്രം. 1, ഈ 34-ാമത്തെ വാക്യത്തിലാണ്. 34-ാമത്തെ വാക്യം. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. സ്തോത്രം. യേശുവിനെ അറിയത്തില്ലേ? സ്തോത്രം. ഞാൻ ഒരു ഉദാഹരണം പറയാം. കർത്താവ് പത്രോസിനോട് പറഞ്ഞു, പത്രോസ്, നീ ചൂണ്ട എടുത്തുകൊണ്ട് കടലിലോട്ട് ഇടണം. കടലിലിടുമ്പോൾ ഒരു മീൻ ആ ചൂണ്ടയിൽ കൊരുക്കും. ആ മീൻ്റെ വായ ഒന്ന് തുറന്നു നോക്കണം. അതിനകത്തൊരു ചതുരമൊപ്പണം ഇരിപ്പുണ്ട്. സ്തോത്രം. അതെടുത്ത് എനിക്കും നിനക്കും വേണ്ടി കരം കൊടുക്കണം. ഗലീല കടലിൻ്റെ ആഴത്തിൽ 1000കണക്കിന് മീൻ കിടക്കുമ്പോൾ അതിൽ ഒരു മീൻ്റെ വായിൽ ഒരു ചതുരമൊപ്പണം ഇരിപ്പുണ്ടെന്നും പത്രോസ് ചൂണ്ടയിടുമ്പോൾ കൃത്യമായി അത് തന്നെ അതിൽ കൊരുക്കുമെന്നും ആമേൻ യേശുവിന് കാണാൻ കഴിഞ്ഞില്ലേ? കർത്താവിൻ്റെ ക്രാന്ത ദൃഷ്ടികൾക്ക് അത്രമാത്രം ശക്തിയില്ലേ? അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. സകലം അവന്റെ കണ്ണിന് മുമ്പാകെ തുറന്നതായിരിക്കുകയാണെങ്കിൽ ലാസറിനെ വെച്ച സ്ഥലമേതെന്ന് യേശുവിന് അറിയില്ലേ? പക്ഷേ അവരതൊന്ന് കാണിച്ചു കൊടുക്കണമായിരുന്നു. അവനെ വെച്ച സ്ഥലം എവിടെ? അതിന്റെ 38, 39 വാക്യങ്ങൾ. യേശു പിന്നെയും ഉള്ളമെന്നൊന്ന് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. അടുത്ത വാക്യം. കല്ല് നീക്കുവിൻ എന്ന് യേശുവിന്റെ 2ാമത്തെ ആജ്ഞ, കല്ല് നീക്കുവിൻ. യേശുവിന് വേണമെങ്കിൽ ആ കല്ല് മാറിപ്പോകട്ടെ എന്ന് പറയാമായിരുന്നല്ലോ. ആ കല്ല് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മാറിപ്പോകുമായിരുന്നു. സ്തോത്രം. കർത്താവ് ശപിച്ച അത്തി വേരോടെ ഉണങ്ങിപ്പോയില്ലേ? സ്തോത്രം. ആ കല്ല് മാറിപ്പോകട്ടെ എന്ന് പറഞ്ഞാൽ മാറിപ്പോകുമായിരുന്നു. പക്ഷേ അവരുരുട്ടി വെച്ച കല്ല് അവരെ കൊണ്ട് മാറ്റാൻ കർത്താവ് അവസരം കൊടുക്കുകയാണ്. കല്ല് മാറ്റാൻ യേശു പറഞ്ഞപ്പോൾ
ഇവരവിടെ നിന്നുകൊണ്ട് അതും ഇതുമൊക്കെ പറയുക. സോദരം ഒരുത്തി പറയാ, കർത്താവേ, ഇത്രയേ ഉള്ളൂ സഹോദര സ്നേഹം. സഹോദരൻ്റെ സഹോദരിയുടെയൊക്കെ സ്നേഹം ഇത്രയേ ഉള്ളൂ. നാറ്റം വെച്ചാൽ പിന്നെ അവരും മാറി നിൽക്കും. അവരതും ഇതുമൊക്കെ പറയുക. നാറ്റം വെച്ചു, 4 ദിവസമായി. യേശു നിശബ്ദമായി നിന്നു. നമ്മൾ പറയുന്ന പല പ്രാർത്ഥനകൾക്കും കർത്താവ് മറുപടി തരാത്തതിന്റെ കാരണം ഇതിനു മുമ്പ് യേശു നിന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, അത് നീ ഇതുവരെയും അനുസരിച്ചിട്ടില്ല. സ്വതന്ത്രം കല്ല് മാറ്റാൻ പറഞ്ഞപ്പം അതും ഇതും പറയുകയല്ല വേണ്ടത്, ന്യായീകരണങ്ങൾ പറയുകയല്ല, തടസ്സവാദങ്ങൾ ഉന്നയിക്കുകയല്ല ആവശ്യം. യേശു പറഞ്ഞത് അവർ ചെയ്യുന്നത് വരെയും യേശു അവിടെ നിശബ്ദമായി നിന്നു. കല്ല് മാറ്റിയപ്പോൾ എന്ത് സംഭവിച്ചെന്നറിയാമോ? എല്ലാവരും കല്ലറക്കുള്ളിലേക്ക് നോക്കി, യേശുവോ മുകളിലേക്ക് നോക്കി. കല്ലറക്കുള്ളിലേക്ക് നോക്കിയവർ മുറിക്കകത്ത് കെട്ടപ്പെട്ട അവസ്ഥയിൽ ഇരിക്കുന്ന ലാസറിനെ കണ്ടു. മുകളിലേക്ക് നോക്കിയവൻ തൻ്റെ കൂടെ പന്തിയിലിരിക്കുന്ന ലാസറിനെയാണ് കണ്ടത്. സ്തോത്രം. പ്രശ്നത്തിലേക്ക് നോക്കിയവൻ പറഞ്ഞു, നാറ്റം വെച്ചു, ദ്രവിച്ചു തുടങ്ങി. പ്രാർത്ഥിച്ചവൻ വിശ്വാസത്തിന്റെ വാക്ക് വിളിച്ചു പറഞ്ഞു, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. യേശുവോ മുകളിലേക്ക് നോക്കി, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. കർത്താവിൻ്റെ 3ാമത്തെ ആജ്ഞ വിശ്വസിക്കുക എന്നുള്ളതാണ്. വിശ്വസിക്കുക എന്ന പദം ആ സന്ദർഭത്തിൽ 4 പ്രാവശ്യമാണ് യേശു പറയുന്നത്. അതിന്റെ 25ാമത്തെ വാക്യം, യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ. 1ാമത്തെ പദം. 26ാമത്തെ വാക്യം, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ. 2ാമത്തെ പദം വിശ്വസിക്കുന്നവൻ. വാക്യം 27, അവൾ അവനോട്, ഓ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു. വാക്യം 40, യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്. ഒരു ചെറിയ സന്ദർഭത്തിൽ വിശ്വാസം എന്ന പദം 4 പ്രാവശ്യം ആവർത്തിക്കപ്പെടാനുണ്ടായ സാഹചര്യം ഇവിടെ വിശ്വസിക്കാൻ അനുവദിക്കാത്ത ഒരു സാഹചര്യമാണ്. ദ്രവത്വം വെച്ചവൻ ജീവനുള്ളവനായി പുറത്തു വരുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. പക്ഷെ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. സാഹചര്യങ്ങൾക്കപ്പുറം നാം വിശ്വസിക്കേണ്ടതുണ്ടെന്ന്, ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുന്നു എന്നും വിശ്വസിക്കേണ്ടതാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പ്, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. 4ാമത്തെ ആജ്ഞ അതിന്റെ 43ാമത്തെ വാക്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ ലാസറെ വിളിച്ചു. എന്തിനാണ് യേശു അവിടെ ഉറക്കെ വിളിച്ചത്? അതിന്റെ 3 കാരണങ്ങൾ. സ്തോത്രം. അതിന്റെ 42ാമത്തെ വാക്യവും 15ാമത്തെ വാക്യവും, യോഹന്നാൻ 11:42, നീ എന്റെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞിരിക്കുന്നു, എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ഈ ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു. എന്താ പറയുന്നത്? ഉറക്കെ പറയുക. 2ാമത്തെ ഉദ്ദേശം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ സ്തോത്രം 3-4 വാക്യങ്ങൾ, 16-26 വാക്യങ്ങൾ. അവന് വാതിൽ കാവൽക്കാരൻ തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു, തന്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിച്ചു. എന്തിന് യേശു ലാസറേ പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു? കാരണം തന്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിക്കുന്നു. അടുത്ത വാക്യം, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദം അറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. അതിന്റെ 16ാമത്തെ വാക്യം, 26ാം വാക്യം, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു, അവ എന്റെ ശബ്ദം കേൾക്കും. 26ാമത്തെ വാക്യം, നിങ്ങളോ എന്റെ ആടുകളുടെ കൂട്ടത്തിലുള്ളവരല്ലായകയാൽ വിശ്വസിക്കുന്നില്ല. എന്റെ ആടുകൾ എന്റെ ശബ്ദം കേൾക്കും. ഇടയൻ ആടുകളെ വിളിക്കുകയാ.
എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു, ഞാൻ അവയെ പേറ് ചൊല്ലി വിളിക്കുന്നു. എന്തുകൊണ്ട്? സ്തോത്രം. നമ്മുടെ സ്നേഹിതനായ ലാസർ എന്ന് വിളിക്കുന്നുണ്ട്. കൂട്ടുകാരാന്ന് വിളിച്ചാൽ മതിയായിരുന്നു, പക്ഷെ പേര് ചൊല്ലിയാ വിളിച്ചത്. മൂന്നാമത്തെ കാരണമാണ് ഏറ്റവും പ്രസക്തം. യോഹന്നാന്റെ സുവിശേഷം 5:25. കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. ഇതിങ്കിൽ ആശ്ചര്യപ്പെടരുത്. ആമേ. കല്ലറകളിലുള്ളവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കണം. കർത്താവ് പറയുന്ന ശബ്ദം അവർ കേൾക്കണം. സ്തോത്രം. ഏത് മരിച്ചവനും യേശു പറഞ്ഞാൽ കേൾക്കും. ഇന്ന് പകൽ അവിടെ ഒരു ദൂത് എനിക്ക് പറയാനുണ്ട്. സ്തോത്രം. ഏത് മരിച്ച അവസ്ഥയിലുള്ളവനും ജീവനില്ലാത്തവൻ ജീവൻ കൊടുക്കുന്നവൻ്റെ ശബ്ദം കേൾക്കുമെന്ന്. ജീവനില്ലാത്തവൻ ജീവൻ കൊടുക്കുന്നവൻ്റെ ശബ്ദം കേട്ട് ജീവിപ്പിക്കപ്പെടും. സ്തോത്രം. യേശു ഉറക്കെ വിളിച്ചു. 5-ാമത്തെ ആജ്ഞ, അതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രസക്തമായ ആജ്ഞ. സ്തോത്രം. അതിൻ്റെ 44-ാമത്തെ വാക്യം. മരിച്ചവൻ പുറത്തു വന്നു, അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ട് അഴിപ്പിൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട്. ഇവിടെ യേശു ആർക്കു വേണ്ടിയാണ് സംസാരിക്കുന്നത്? ആരോടാണ് സംസാരിക്കുന്നത്? ലാസറിന് വേണ്ടിയാണ് യേശു സംസാരിക്കുന്നത്. ചുറ്റി നിൽക്കുന്നവരോട് മാത്രമല്ല, ശിഷ്യന്മാരോടാണ് യേശു സംസാരിക്കുന്നത്. അകത്ത് ജീവനുണ്ടെങ്കിലും ശബ്ദിക്കാൻ ശക്തിയില്ലാത്തവന് വേണ്ടി, യേശുവിൻ്റെ കൂടെ നിൽക്കുന്നവന് വേണ്ടി യേശു സംസാരിച്ചു. ആദ്യം നമ്മൾ ചിന്തിച്ച ബഥാനിയിലെ മറിയ കർത്താവിൻ്റെ കാൽക്കലിരുന്നില്ലേ? മാർത്ത വന്ന് അതും ഇതുമൊക്കെ പറഞ്ഞില്ലേ? മറിയൊന്നും പറഞ്ഞില്ല. കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്നവൾക്ക് വേണ്ടി യേശു മാർത്തയോട് സംസാരിച്ചു. ഇവിടെ യേശുവിൻ്റെ കൂടെ നിൽക്കുന്ന ലാസറിന് വേണ്ടി യേശു മറ്റുള്ളവരോട് സംസാരിച്ചു. കർത്താവിൻ്റെ സ്തോത്രം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. ഇനി ആമേൻ. ഇവൻ്റെ കെട്ടഴിപ്പീൻ, ഇവൻ പോകട്ടെ എന്ന് പറഞ്ഞതിനകത്ത് കർത്താവിൻ്റെ ഒരു കരുതൽ നിങ്ങൾ നോക്കൂ. ഈ ശിഷ്യന്മാർ നേരത്തെ മരവിച്ചിരുന്നവരാ. മരിക്കാൻ കൂടെ പോകാമെന്ന് പറഞ്ഞ് തോമസ് പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നവരാ. സ്തോത്രം. അവരോട് യേശു പറയുകയാണ്, ജീവൻ കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റൂല. നിങ്ങൾ അവിശ്വാസികളൊക്കെ ആയിരുന്നു, നിങ്ങളുടെ അവിശ്വാസമൊക്കെ മാറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റത്തില്ല, പക്ഷെ നിങ്ങൾക്ക് കഴിയുന്ന ഒരു ശുശ്രൂഷ ഞാൻ നിങ്ങൾക്ക് തരാം. അവൻ്റെ കെട്ട് അഴിക്കുക. ഇന്ന് പകലിൽ സഹോദരങ്ങളെ, ആർക്കും ജീവൻ കൊടുക്കാനുള്ള പ്രാപ്തി നമുക്കില്ല. പക്ഷേ കർത്താവ് ജീവൻ കൊടുത്തവൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, അവൻ്റെ പരിപൂർണതയ്ക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്രവർത്തിക്കാൻ കർത്താവ് നമ്മെ ശക്തരാക്കുകയാണ്. കേവല കേൾവിക്കാരായി മാറി നിൽക്കാനല്ല, കേവല കാഴ്ചക്കാരായി അകന്നു നിൽക്കാനല്ല, അവൻ നമ്മെ കൂടെ കർത്താവിന്റെ ശുശ്രൂഷയിൽ പങ്കാളികളാക്കി മാറ്റുകയാണ്. ഇനി ആ കെട്ടിന്റെ മേഖലകൾ നിങ്ങൾ നോക്കൂ. എവിടൊക്കെയാണ് അവന് കെട്ടുള്ളത്? അവിടെ വചനം പറയുകയാണ്, അവൻ്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടി, മുഖം റൂമാലുകൊണ്ട് മൂടി. സ്തോത്രം. 3 മേഖലകൾ. കൈക്ക് കെട്ടുള്ളത് കൊണ്ടാണ് കൊടുക്കാൻ കഴിയാത്തത്. കാലിനൊരു കെട്ടുള്ളത് കൊണ്ടാണ് കൂട്ടായ്മയ്ക്ക് വരാൻ പറ്റാത്തത്. മുഖത്തൊരു റൂമാലുള്ളത് കൊണ്ടാണ് നിനക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയാത്തത്. യേശുവിൽ നിന്നൊരു ശബ്ദം, അവൻ്റെ കെട്ടഴിപ്പീൻ. ഇന്ന് പകലിൽ കർത്താവ് ചെറുക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മറിയെ നാം കാണുന്ന 3-ാമത്തെ സന്ദർഭം യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിലാണ്. അപ്പോൾ മറിയ വിലയേറിയ സ്വച്ഛ ജഡമാംസി തൈലം ഒരു റാത്തിലെടുത്ത് യേശുവിന്റെ കാലിൽ പൂശി തന്റെ തലമുടി കൊണ്ട് കാൽ തുവർത്തി. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് നിറഞ്ഞു. തൈലത്തിന്റെ സൗരഭ്യം കൊണ്ട് വീട് മുഴുവൻ നിറഞ്ഞു. നേരത്തെയോ കല്ലറയ്ക്ക് ചെന്നിട്ട് പറഞ്ഞത് നാറ്റം, അന്തരീക്ഷം മുഴുവൻ നാറ്റമായിരുന്നു. എന്നാൽ ഇപ്പോഴോ ആ വീട് മുഴുവൻ സൗരഭ്യവാസന. യൂദ പറയുകയാണ്, കർത്താവേ, ഈ വെറും ചെലവ് എന്തിന്? ഹലോ, ഈ വെറും ചെലവ് എന്തിന്? അത് വിറ്റിരുന്നെങ്കിൽ 300 വെള്ളിക്കാശ് കിട്ടുമായിരുന്നു. 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞപ്പോൾ അതിൻ്റെ വലിപ്പം മനസ്സിലാവണ്ടേ? മത്തായി സുവിശേഷം 20-ാം അധ്യായം 2-ാം വാക്യം. മത്തായി 20:2. വേലക്കാരോട് അവൻ ദിവസത്തേക്ക് ഓരോ വെള്ളിക്കാശ്
വെള്ളിക്കാശ് പറഞ്ഞൊത്തിട്ട് അവരെ മുന്തിരിത്തോട്ടത്തിൽ അയച്ചു. അപ്പോ രാവിലെ വിളിച്ചവന് 3-ാം മണി, 6-ാം മണി, 9-ാം മണി, ഞാൻ അതിന്റെ വിശദാംശത്തിലേക്ക് പോകുകയല്ല. രാവിലെ ജോലിക്ക് വന്നവന് വൈകിട്ട് വരെ കളയ്ക്കാൻ കൂലി പറഞ്ഞൊത്തു. സ്നേഹിത, ഞാൻ നിന്നോട് ഒരു വെള്ളിക്കാശ് പറഞ്ഞൊത്തല്ലയോ വേലക്ക് വിളിച്ചത്, നിന്റേത് വാങ്ങിപ്പോയിക്കൊള്ളുക. അപ്പൊ എത്ര നിന്റേത് കൂലി? ഒരു ദിവസത്തെ വേലക്കൂലി പറഞ്ഞേ, ഒരു വെള്ളിക്കാശ്. 300 വെള്ളിക്കാശ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തെ വേതനം. യൂദ പറയുന്നതിനകത്തല്ലേ കുറച്ചുകൂടി യുക്തിയുള്ളത്. ഈ വെറും ചെലവ് വേറെ ഏത് കാര്യത്തിനും എത്ര രൂപ ചെലവാക്കേണ്ടി വന്നാലും ഒരു കുഴപ്പമില്ല. സുവിശേഷ വേലയ്ക്ക് ഒരു 10,000 രൂപ എടുക്കണം. എന്റെ ദൈവമേ, എന്തു ഭാഷ പറയുന്നു, 10,000 രൂപ. സ്വതന്ത്രം. യൂദ ഇത് പറഞ്ഞത് അവൻ വിലയിരുത്തൽ നടത്തിയത് അവന് ദരിദ്രന്മാരെ കുറിച്ച് വിചാരമുണ്ടായിട്ടല്ല. അവൻ കൂടെ കൂടെ സഞ്ചിയിൽ നിന്ന് എടുത്ത് ചെലവഴിച്ചുകൊണ്ട് വന്നോണ്ടാ. സ്തോത്രം. യൂദാമാരുടെ കണക്കൂട്ടലല്ല നീ കാണേണ്ടത്, കേൾക്കേണ്ടത്. മറിയോട് ചോദിക്കേ, സഹോദരി ഇത്രയും വേണമായിരുന്നു? അവൾ പറയും പോരാ, എൻ്റെ കണക്കൂട്ടൽ ഇത്രയൊന്നും പോരാ. സ്തോത്രം. 300 അല്ലേ, ഒരു വർഷത്തെ കൂലിയല്ലേ കൊടുത്തുള്ളൂ. ഇതിനേക്കാൾ വലുതല്ലേ? എൻ്റെ സഹോദരൻ മരിച്ചുപോയവനല്ലേ, നാറ്റം വച്ചവനല്ലേ. യേശു ചെയ്ത അത്ഭുതം ഓർത്താൽ, ദൈവം നമ്മോട് കാണിച്ച കരുണ ഓർത്താൽ പിന്നെ ഇവാലുവേഷന്റെ ആവശ്യമില്ല. 300 വെള്ളിക്കാശിന്റെ തൈലം കൊണ്ടുവന്ന് വെറുതെ കാലയിൽ ഒഴിച്ചു കളഞ്ഞപ്പോ ഇതൊരു വെറും ചിലവാണെന്ന് യൂദ വ്യാഖ്യാനിച്ചപ്പോ യേശു 3 കാര്യങ്ങളാണ് അവിടെ പറഞ്ഞത്. യോഹന്നാൻ 12:7. യേശുവോ അവളെ വിടുക, എന്റെ ശവസംസ്കാര ദിവസത്തിനായി അവൾ ഇത് സൂക്ഷിച്ചു എന്നിരിക്കട്ടെ. ബഥാനിയിൽ വെച്ചല്ല ഞാൻ മരിക്കാൻ പോകുന്നത്, യെരൂശലേമിൽ വെച്ചാണ്. അന്ന് അവിടെ വന്ന് എൻ്റെ ശവത്തിന് അല്പ സുഗന്ധവർഗം പൂശാൻ ഇവൾക്ക് അവസരം കിട്ടത്തില്ല. അതുകൊണ്ട് അവൾ മുൻകൂട്ടി ചില കാര്യങ്ങൾ ചെയ്യുകയാണ്. നിനക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത അവസരങ്ങൾ വരും. ഇന്ന് ദൈവം നിനക്ക് അവസരം തന്നേക്കുമ്പോൾ അത് പിന്നാകട്ടെ എന്ന് വെച്ച് മാറ്റി വെക്കരുത്, അവസരം കിട്ടൂല. അവൾ എൻ്റെ ശവസംസ്കാരത്തിനായി ചില കാര്യങ്ങൾ മുൻപ് കൂട്ടി ചെയ്തു. യേശു പറഞ്ഞ രണ്ടാമത്തെ അഭിപ്രായം മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 13-6 വാക്യങ്ങൾ. ലോകത്തിലെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കേണ്ടതെല്ലാം അവൾ ചെയ്തതും അവൾ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അല്ലെങ്കിൽ യേശു പറയാണ്, ബഥാന്യ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ, സ്തോത്രം, അവൾ എൻ്റെ ശരീരത്തിൻ്റെ കാൽക്കൽ തൈലമൊഴിച്ച കാര്യം എവിടെല്ലാം പ്രസംഗിക്കും പറഞ്ഞേ? ലോകത്തെല്ലായിടത്തും പ്രസംഗിക്കും. ഇനി സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം, ലോകത്തെങ്ങും ഈ സുവിശേഷം പ്രസംഗിക്കുന്നിടത്തെല്ലാം അവൾ ചെയ്തതും അവളുടെ ഓർമ്മയ്ക്കായി പ്രസ്താവിക്കും. ഞാൻ ചോദിക്കട്ടെ, 300 വെള്ളിക്കാശിൻ്റെ സ്ഥാനത്ത് 30,000 വെള്ളിക്കാശിന് നീ വാങ്ങിച്ചു കൂട്ടിയതൊന്നും ഓരോർമ്മയും ഇല്ലാതെ പോവും. പക്ഷെ യേശുവിന് വേണ്ടി ചെയ്തത് നിലനിൽക്കും. ഞാൻ പുതിയ നിയമത്തിൽ നിന്നൊരു ചെറിയ സംഭവം പറയാം. യേശുവിൻ്റെ ക്രൂശ് മരണത്തിൽ പലരും യേശുവിന് പലതും കൊടുത്തു. അതൊന്നും മനസ്സോടെ കൊടുത്തതാ. അതൊന്നും ഇന്ന് ലോകത്തിലില്ല. 3 ആണിയെങ്കിലും അടിച്ചില്ലേ കയ്യേലും കാലേലുമായിട്ട്? എവിടെ? ഇന്ന് കാണാനില്ല. തലയിൽ വെച്ചൊരു മുൾക്കിരീടമില്ലേ? അതിന്ന് കാണാനില്ല. യേശുവിന്റെ വിലാപ്പുറം കുത്തിത്തുളച്ചൊരു കുന്തമില്ലേ? അതിന്ന് കാണാനില്ല. ഒരുവൻ ഒരു ഓടക്കോലിൽ സ്പോഞ്ച് വെച്ച് കെട്ടി വീഞ്ഞു പാത്രത്തിൽ മുക്കിയിട്ട് യേശുവിന്റെ ചിറയ്ക്ക് നേരെ നീട്ടിക്കൊടുത്തില്ലേ? അതിന്ന് കാണാനില്ല. എന്നാൽ അരിമത്യക്കാരൻ യോസഫ് താൻ തനിക്ക് വേണ്ടി ത്യാഗത്തോടെ വെട്ടിയിട്ടിരുന്ന കല്ലറ യേശുവിന് വേണ്ടി മനസ്സോടെ കൊടുത്തു. പലസ്തീന്റെ മണ്ണിൽ ഇന്നും അത് അവശേഷിക്കുകയാ. മനസ്സോടെ കൊടുത്താൽ അത് സ്മരണയായി നിലനിൽക്കും. യേശു പറഞ്ഞ 3-ാമത്തെ സാക്ഷ്യം മർക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. അവൾ തന്നാലാവത് ചെയ്തു, കല്ലറയിലെ അടക്കത്തിനായി എന്റെ ദേഹത്തിന് മുമ്പ് കൂട്ടി തൈലം. അവൾ തന്നാൽ
ആവത് ചെയ്തു. നമ്മളാൽ ആവത് കർത്താവിന് വേണ്ടി നാം ചെയ്യുന്നുണ്ടോ? സന്ദേശങ്ങൾ തുടർച്ചയായി ലഭിക്കേണ്ടതിന് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും വിവരങ്ങൾക്കും പ്രാർത്ഥനയ്ക്കും വിളിക്കേണ്ട നമ്പർ 8086991167 9946997525.